ഇതാണ് മോട്ടോറോയുടെ എഡ്ജ് 70 മോട്ടോ എഡ്ജ് സീരീസിലെ സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ. അതിനോ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന്, വീണ്ടും ഒരു സ്ലിം ഫോൺ എന്തിനാ ഇറക്കുന്നത്? ഓൾറെഡി നമ്മൾ കണ്ടതാണ് സ്ലിം ഫോണുകളുടെ ബാറ്ററി ഭയങ്കര ശോകമാണ്, ഡ്യൂറബിലിറ്റി തീരെയില്ല, ക്യാമറയിൽ വൻ കോംപ്രമൈസുകൾ. പക്ഷേ ലെറ്റ് മീ ടെൽ യു, ദിസ് ടൈം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അൺബോക്സിംഗിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബോക്സ്, കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഫോൺ, ഐ നോ ഇറ്റ്സ് ജസ്റ്റ് എ പേപ്പർ, കാരണം ഫോൺ എൻ്റെ കയ്യിലാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശദമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ചാർജറും ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും കിട്ടും. മോട്ടോ ഫോണുകളുടെ കൂടെ കൊടുക്കുന്ന ചാർജറിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ടൈപ്പ് സി ചാർജറാണ്, PD ചാർജറാണ്. ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് ഒരു 68 വാട്ടിൻ്റെ ചാർജറാണ്. ഒരു മൾട്ടിപർപ്പസ് ചാർജറാണ്, കാരണം ഞാൻ ഈ ഒരു ചാർജർ തന്നെ എൻ്റെ പല ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ, ഈവൻ ലാപ്ടോപ്സ് ചാർജ് ചെയ്യാൻ വരെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബോക്സിന്റെ ഉൾഭാഗത്ത് ഒളിച്ചിരിക്കുന്നത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സും കൂടെ പുറത്തെടുത്താൽ ഇതിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷൻസും സിം ടൂളും ഉണ്ട്. സ്ലിം ഫോൺ ആയതുകൊണ്ട് ഞാൻ ബോക്സിനകത്ത് ഒരു ഫോൺ കേസ് പ്രതീക്ഷിച്ചു, ബട്ട് ഫോൺ കേസ് ഇതിനകത്തില്ല. ബട്ട് ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈനിനെ പറ്റി തന്നെ സംസാരിക്കാം. കുറേ നാളത്തെ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു മോട്ടോറോള എന്തുകൊണ്ട് അവരുടെ ഡിസൈൻ മാറ്റുന്നില്ല എന്ന്. ഇത്തവണ അവർ ഐഡന്റിറ്റി കളയാതെ തന്നെ നല്ല രീതിയിൽ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മോട്ടോയുടെ സ്ലിമ്മസ്റ്റ് എഡ്ജ് ഫോണാണിത്. ഇത് 5.99 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഒരു കാര്യം പറയാം, ബോക്സ് തുറന്ന് ഞാൻ ആദ്യം ഫോൺ കയ്യിലെടുത്തപ്പോൾ രണ്ട് കാര്യമാണ് നോട്ടീസ് ചെയ്തത്. ഒന്നാമത്തെ, ഞാൻ ബോക്സ് തുറന്നപ്പോൾ ഒരു ഫ്രേഗ്രൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ വെയിറ്റ് ആണ്. 159 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കുറേ നാൾക്ക് ശേഷം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ ഞാൻ കയ്യിലെടുത്തൊരു ഫീലാണ്. ആൻഡ് ബാക്ക് സൈഡിലെ ഫിനിഷ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആ ഒരു ടെക്സ്റ്റേർഡ് ബാക്ക്. ഇവിടെ ആയിട്ട് നമുക്ക് പാൻറ്റോണിൻ്റെ ഒരു ചിഹ്നം കാണാം. യെസ്, പാൻറ്റോൺ ക്യൂറേറ്റഡ് കളേഴ്സിലാണ് ഇത് വരുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ കളറാണ് ബ്രോൺസ് ഗ്രീൻ. ഇതേപോലെ പാൻറ്റോൺ ഗാഡ്ജറ്റ് ഗ്രേ, പാൻറ്റോൺ ലിലി പാഡ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഇന്ത്യയിൽ ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആക്സൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ക്യാമറ റിങ്ങിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ആ ഒരു യെല്ലോ ഗോൾഡൻ ആയിട്ടുള്ള ഒരു റിങ്സ്, ആൻഡ് അതേ ഒരു ഫിനിഷാണ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ AI കീക്കും വന്നിരിക്കുന്നത്. ചുറ്റും നിങ്ങൾക്ക് ആന്റണ കട്ട്ഔട്ട്സ് കാണാം. ആൻഡ് ഈ ചാനലിലെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ഫോണിന്റെ ഫ്രെയിമിൽ നിങ്ങൾ ആന്റണ കട്ട്ഔട്ട്സ് കാണുവാണെങ്കിൽ അതിന്റെ ഫ്രെയിം മെറ്റാലിക് ആണ്. ആൻഡ് ഇതിൽ എയർക്രാഫ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിം ആണ്. പക്ഷേ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 5.99 mm തിക്നെസ് ഉള്ള ഈ സ്ലിം ഫോണിൽ 159 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഈ ഫോണിൽ 5000 mAh ഒരു സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, സോ സ്ലിം ഫോൺ ആണെങ്കിലും ബാറ്ററി വൈസ് യാതൊരു കോംപ്രമൈസും ഇല്ല. കഴിഞ്ഞിട്ടില്ല, 68 വാട്ടിന്റെ ചാർജർ ബോക്സിലുണ്ട്. 68 വാട്ടിൽ ടർബോ പവർ ചാർജിംഗ് ആണ് ഇതിനകത്തുള്ളത്. പെട്ടെന്ന് ചാർജ് ആവുമെന്ന് മാത്രമല്ല, ഈ സ്ലിം ഫോണിനകത്ത് നിങ്ങൾക്ക് വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണ് 15 വാട്ട്സിന്റെ. ഞാൻ സീരിയസ്ലി ഡോണ്ട് നോ ഇത്ര ചെറിയ ഫോണിൽ ഇത് എങ്ങനെ കുത്തിക്കയറ്റിയെന്ന്. ഫോണിൽ നിങ്ങൾക്ക് 50 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പ് ആണ് കിട്ടുന്നത്. ആൻഡ് ദിസ് ടൈം ഐ അപ്രീഷിയേറ്റ് മോട്ടോ, കാരണം യൂസർ ഫീഡ്ബാക്ക് കേട്ട് മോട്ടോറോള അവരുടെ കളർ സയൻസ് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൽ എടുക്കുന്ന ഫോട്ടോസ് പാൻറ്റോൺ വാലിഡേറ്റഡ് ആണ് എന്ന് മാത്രമല്ല, 50 MP പ്രൈമറി ക്യാമറയിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഫോട്ടോസ് എടുക്കാം. ഒന്ന് നാച്ചുറൽ എന്ന് പറഞ്ഞ മോഡുണ്ട്, പിന്നെ ഒരെണ്ണം AI സിഗ്നേച്ചർ എന്ന് പറഞ്ഞ മോഡുണ്ട്. എനിക്ക് ഫോട്ടോസിന്റെ ആ ഒരു ടോൺ ഇഷ്ടപ്പെട്ടു. അതായത് ഓവറായിട്ട് വൈബ്രന്റ് അല്ല, എന്നാൽ ആവശ്യത്തിന് വൈബ്രന്റ് ആണ്. ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ബാലൻസിങ് കൊള്ളാം, ഷാഡോസ് ക്രഷ് ആവുന്നില്ല, HDR നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട്, കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടോട്ടലി എനിക്ക് വളരെയധികം അപ്പീലിംഗ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഇതിൽ നിന്ന് തോന്നിയത്. ആൻഡ് ഈവൻ ഹ്യൂമൻ സ്കിൻ ടോൺസ് വരെ ഇത്തവണ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ഷട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ നമുക്ക് കിട്ടും. ഒരു നാച്ചുറൽ കളർ ടോൺ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി മുകളിലായിട്ട് ആ ഒരു AI ചിഹ്നം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ മോഡിലേക്ക് മാറും. അതിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു AI പ്രോസസ്സിംഗിന്റെ ഒരു വട്ടം താഴെ ഷട്ടർ ബട്ടൺ അവിടെ കാണാം. ബട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് കുറച്ചുകൂടി ഒരു പ്രത്യേക കളറിലാണ് വരുന്നത്. നിങ്ങൾക്ക് കളർ സയൻസ് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാറ്റഗറിയുടെ 5 ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ട്യൂൺ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ടൈം എനിക്ക് ഫോട്ടോസിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ നല്ല പോലെ ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ബൊക്കേന്റെ പാറ്റേൺസ് ആയിക്കോട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് 24 mm, 35 mm, 50 mm ആണ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിനെ മാത്രമല്ല, ആനിമൽസിന്റെയും പോർട്രേറ്റ്സ് എടുക്കാം, അല്ലാത്ത സബ്ജക്റ്റുകളുടെയും പോർട്രേറ്റ്സ് എടുക്കാം. കൂടെ 50 മെഗാ പിക്സലിൽ തന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും വന്നിട്ടുണ്ട്. ആൻഡ് അൾട്രാ വൈഡ് ക്യാമറ ഓൾസോ ആ ഒരു സെയിം കളർ സയൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോയും അൾട്രാ വൈഡ് ക്യാമറ എടുക്കുന്ന ഫോട്ടോയും ഒരേ കളർ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആണ്. ആ കൺസിസ്റ്റൻസിക്കുള്ള കാരണമാണ് ഈ മൂന്നാമത് കാണുന്ന ഒരു 3-in-1 സെൻസർ. ഈ 3-in-1 ലൈറ്റ് സെൻസർ ആണ് ആ ഒരു കളർ ടോൺ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കുന്നത്. കൂടാതെ ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറയും 50 മെഗാ പിക്സൽ തന്നെയാണ്. സെൽഫീസ് നിങ്ങൾക്ക് വൈഡ് ആയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈവൻ സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന സ്കിൻ ടോൺസ് നല്ലതാണ്. ആൻഡ് ഓൾസോ എഡ്ജ് ഡിറ്റക്ഷൻ, പോർട്രേറ്റ് ഫോട്ടോസിലെ എഡ്ജ് ഡിറ്റക്ഷനും നല്ലതാണ്. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഇതിലെ 3 ക്യാമറയ്ക്കും 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റെബിലൈസേഷൻ ആണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കിട്ടുന്നത്.
കാരണം ഇത് AI ഉപയോഗിച്ച് സ്റ്റെബിലൈസേഷനും കുറച്ച് എൻഹാൻസ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ഫോട്ടോയിൽ AI ഉണ്ടെന്ന് മാത്രമല്ല വീഡിയോയിലും ഇതുണ്ട് എന്ന്. ആൻഡ് വീഡിയോസിൽ വരുന്ന ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ സ്കിൻ ടോൺസും പ്രോപ്പർ തന്നെയാണ്. ഈ സ്റ്റെബിലൈസേഷൻ ബാക്ക് ക്യാമറയിൽ മാത്രമല്ല ഫ്രണ്ട് ക്യാമറയിലും നല്ലപോലെ കാണുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. ആൻഡ് ഓഡിയോ ഇങ്ങനെയാണ് റെക്കോർഡ് ആവുന്നത്. അത് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് HDR മാനേജ്മെൻറ്റ് ഓൾസോ കൊള്ളാം. ആ ഒരു സ്കൈയിലുള്ള ബ്ലൂ ആയിക്കോട്ടെ, നമ്മുടെ ഫേസ് ആയിക്കോട്ടെ, ഓവർ ബ്ലൂ ഒന്നും ആവുന്നില്ല. ഐ ലൈക്ക് ദ ഫുട്ടേജ്, ഇറ്റ്സ് വെരി സ്റ്റേബിൾ. ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60-ൽ നിന്നും 30 FPS മാറുന്നത് പോലെ തോന്നും. ഇനിഷ്യലി ഞാൻ അതൊരു ബഗ്ഗാണ് എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇറ്റ്സ് ആക്ച്വലി എ സെറ്റിംഗ്. നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോ ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഫോൺ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. സോ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് ചിലപ്പോൾ ഫ്രെയിംസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. അത് വേണ്ട, കൺസിസ്റ്റൻ്റ്ലി ആ ഒരു 60 ഫ്രെയിംസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഓഫ് ആക്കി ഇടാൻ മറക്കണ്ട. ഇനി ആസ് യൂഷ്വൽ മോട്ടോ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗൂഗിൾ ഫോട്ടോസിന്റെ ആ ഒരു ഗാലറി ആണുള്ളത്. ആൻഡ് മാജിക് എഡിറ്റർ, ഒബ്ജക്ട് എറേസർ, അൺബ്ലർ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഇനി സ്ലിം ഫോണുകളുടെ മൂന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി ആണ്. ഇത്ര ചെറിയ ഫോൺ ആണെങ്കിൽ ഇത് വളഞ്ഞു പോകില്ലേ, ഒടിഞ്ഞു പോകില്ലേ? ദിസ് ഫോൺ ഇസ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ്, അതായത് മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഇതിനകത്തുണ്ട്. അതുകൂടാതെ IP68 റേറ്റഡും ആണ്, IP69 റേറ്റഡും ആണ്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 7a പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബൈ ഡീഫോൾട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടല്ല വരുന്നത്, പക്ഷേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണ്. ഐ നോ ഇത് കേട്ടപ്പോൾ പല ആൾക്കാരും ബ്രോ 7 Gen 4 ആണോ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുമെങ്കിലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ നോർമലി കാണുന്ന 7 Gen 4-നേക്കാളും ഇതിന്റെ AnTuTu സ്കോർ ലേശം കൂടുതലാണ് വരുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 മില്യന്റെ അടുത്ത് AnTuTu സ്കോർ വന്നു. ബിക്കോസ് ഇത് ഓൺ ഡിവൈസ് AI വരുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫോണാണ്. വിച്ച് മീൻസ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. ഗെയിമിംഗ് കളിച്ചു നോക്കി, നോർമൽ ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. 1.5 മില്യൺ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ്. പ്ലസ് ഇതിനകത്ത് 4600 mm സ്കോറിന് വേപ്പർ ചേമ്പർ കൂളിംഗും കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഡിവൈസ് കൂളായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റോറേജ് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8GB LPDDR5X റാമിലാണ് വരുന്നത്. ആൻഡ് 256GB UFS 3.1 സ്റ്റോറേജിലും. ഡിവൈസ് 5G ആണ്. 16 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. Wi-Fi 6E ഉണ്ട്, Bluetooth 5.4 ആൻഡ് ഡിവൈസിനകത്ത് NFC സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. 4500 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന ഓൾമോസ്റ്റ് ബെസ്റ്റ്ലെസ് ആയിട്ടുള്ള എന്ത് കുഞ്ഞ് ബെസ്റ്റലാന്ന് നോക്കിയ ബെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ. ഇത് ഒരു 6.7 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ കളർ റിപ്രൊഡക്ഷൻ കൊള്ളാം. 10 ബിറ്റ് ആണ് ആൻഡ് പാൻടോൺ വാലിഡേറ്റഡും ആണ്. സോ നിങ്ങളുടെ ക്യാമറ പാൻടോൺ വാലിഡേറ്റഡ് ആണ്, എടുക്കുന്ന ഫോട്ടോ പാൻടോൺ വാലിഡേറ്റഡ് ആണ്. അത് ഇതിൽ ഈ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ ഡിസ്പ്ലേയും പാൻടോൺ വാലിഡേറ്റഡ് ആണ്. സോ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത് 1400 നിറ്റ്സ് ആണ്. ആൻഡ് വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. വെറ്റ് ഹാൻഡ്സ് ആണ്, സ്വെറ്റി ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടച്ചിന് പ്രശ്നമില്ല. കാരണം സ്മാർട്ട് വെറ്റ് ടച്ച് ഉള്ള ഡിസ്പ്ലേ, വെറ്റ് ടച്ച് 3.0 അങ്ങനെ എന്തോ പറയുന്നുണ്ട്, അതുള്ള ഡിസ്പ്ലേ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ഇനി സൈഡിൽ കാണുന്ന ഈ സാധനം കണ്ടോ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AI കീ ആണ്. മോട്ടോ AI വിളിക്കാൻ വേണ്ടി. ബേസിക്കലി എല്ലായിടത്തും മോട്ടോ AI ഉണ്ട്. ചുമ്മാ മെനു എടുക്കുമ്പോൾ തന്നെ താഴെ വരുന്ന ആ ഒരു സെർച്ച് ബാർ വരെ AI ഇന്റഗ്രേറ്റഡ് ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കീ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയിൽ AI വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കോപൈലറ്റ് വിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് മോട്ടോ AI ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു അതിനൊരു സമ്മറൈസേഷൻ വേണമെങ്കിൽ അപ്ഡേറ്റ് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജ് സ്റ്റുഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, നോട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിമെമ്പർ ചെയ്യണമെങ്കിൽ റിമെമ്പർ ദിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓൾസോ ഫോണിന് അത് നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റിയും ഇന്റഗ്രേറ്റഡ് ആണ് എന്നോർക്കുക. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ആസ് യൂഷ്വൽ മോട്ടോറോളയുടെ സ്പീക്കേഴ്സിന്റെ ക്വാളിറ്റി നല്ലതാണ്. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഉണ്ട്. ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. ഇനി സോഫ്റ്റ്വെയർ വൈസ് ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ടുള്ള ഹലോ UIയിലാണ് വരുന്നത്. മോട്ടോറോള ഇത്തവണ 3 ഇയേഴ്സിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ട് ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ AIന് വേണ്ടിയിട്ടുള്ള കോപൈലറ്റ്, പെർപ്ലെക്സിറ്റി, ഫോൺ പേ, അതേപോലെ ഫോൺ പേയുടെ സ്വന്തമായിട്ടുള്ള ഇൻഡസ് ആപ്പ് സ്റ്റോറും വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂസ് ഫീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും വരുന്നുണ്ട്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ മെനുവിൽ പോയിട്ട് ആ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം സെറ്റിംഗ്സിലേക്ക് പോവുക. അവിടെ ആ ഒരു ന്യൂസ് ഫീഡ് സെലക്ട് ചെയ്തിട്ട് ന്യൂസ് ഫീഡ് വേണ്ടെങ്കിൽ ആ ന്യൂസ് ഫീഡ്
ഓഫാക്കി വെക്കാം. ഇനി അതേപോലെ ബാക്ക് പോയിട്ട് ആപ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിംസ് ഫോൾഡർ എന്ന് കാണും. അതിനകത്ത് കുറച്ച് ഗെയിംസ് സജസ്റ്റ് ചെയ്ത് വരും. അത് വേണമെന്നുണ്ടെങ്കിൽ ഗെയിംസ് ഫോൾഡർ ഓഫാക്കി ഇടാം. അതേപോലെ ആപ്പ് ട്രേ വലിക്കുന്ന സമയത്തും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് ആപ്സ് വരാതിരിക്കാനായിട്ട് ആ ഒരു സജഷൻസ് ഇൻ ആപ്പ് ട്രേ ഓഫാക്കി വെക്കാം. കൂടാതെ മോട്ടോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസസ്, മോട്ടോ അൺപ്ലഗ്ഡ്, സ്മാർട്ട് കണക്ട്. അതായത് ഈ സ്മാർട്ട് കണക്ട് വെച്ച് നമുക്ക് ഫോണും പി സിയും കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിന്റെ സ്ക്രീൻ അവിടെ കാണാനൊക്കെ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുവാണ് ഐ വോണ്ട് ദിസ് സ്ക്രീൻ ഓൺ ദാറ്റ് പി സി എന്ന് പറയുകയാണെങ്കിൽ ഇത് അങ്ങടേക്ക് വരും. ഇനി മുകളിൽ ഒരു മൈക്രോഫോൺ ഉണ്ട്, സൈഡിലും മൈക്രോഫോൺ ഉണ്ട്, താഴെ ഒരു മൈക്രോഫോൺ ഉണ്ട്. നിങ്ങൾക്ക് ഡ്യുവൽ നാനോ സിം ഇടാനുള്ള സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോണിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ യെസ്, ദിസ് ഈസ് ഹൗ എ സ്ലിം ഫോൺ ഷുഡ് ബി മെയ്ഡ്. അതായത് ഈ ഫോൺ ഇത്ര ചെറുതാണെങ്കിലും ബാറ്ററിയിൽ കോംപ്രമൈസ് ഉണ്ടോ? ബാറ്ററി കോംപ്രമൈസ് ഇല്ല. ഡിസ്പ്ലേ ടോപ്പ് ക്വാളിറ്റി ആണ്. ക്യാമറ പെർഫോമൻസ് ദിസ് ടൈം റിയലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ മോണോ സ്പീക്കർ അല്ല, സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, 68 വാട്ടിന്റെ. എന്തിന് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് സേ കോംപ്രമൈസുകൾ ഇല്ലാതെയും സ്ലിം ഫോൺ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ ഒരു ഫോണിലൂടെ മോട്ടോ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രൈസിങ് അതാണ് അതിലും ഇൻട്രസ്റ്റിംഗ്. ബിലോ 35,000 വരുമെന്നൊക്കെയാണ് സർക്കുലേറ്റ് ചെയ്തത്. ബട്ട് സർപ്രൈസിംഗ്ലി 28,999 ആണ് ഇതിന്റെ ലോഞ്ച് പ്രൈസ്. 29,999 ആണ്. ബട്ട് 1,000 റുപ്പീസിന്റെ ബാങ്ക് ഓഫർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 28,999 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പറ്റും. ആൻഡ് ആ പ്രൈസിന് ഇത്രയും സ്ലിം ഫോണിൽ ഇത്രയും ഫീച്ചേഴ്സും ദിസ് ഇസ് ഗ്രേറ്റ്. സോ അത്യാവശ്യം മോട്ടോയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ലോഞ്ച് തന്നെയാണ് ഈ ഒരു മോട്ടോറോള എഡ്ജ് 70 എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു കമന്റിലൂടെ അറിയിക്കുക. ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അത്രയുള്ള ഈ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.